Hi all, welcome back to Career Vein Updates. കേട്ടറ്റ് സെറ്റ് പരീക്ഷ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് DLED അതേപോലെ തന്നെ BEd വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നിലവിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാനുകൊണ്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ആമുഖമായിട്ട് പറയുവാനുള്ളത്, ഒരുപാട് വിദ്യാർത്ഥികൾ DLED അതേപോലെ തന്നെ BEd കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ കേട്ടറ്റും അതേപോലെ തന്നെ സെറ്റ് പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആമുഖമായിട്ട് സെറ്റ് അതേപോലെ കേട്ടറ്റ് പരീക്ഷ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും കരിയർ വെയിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച രീതിയിൽ കഴിഞ്ഞ കേട്ടറ്റ് അതേപോലെ തന്നെ സെറ്റ് പരീക്ഷ എഴുതുവാൻ സാധിക്കാതെ ചെറിയ മാർക്കിന് പരാജയപ്പെട്ടവരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളോടും പറയുവാനുള്ളത്, യാതൊരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വിജയം നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ തൊട്ടടുത്ത കേട്ടറ്റ് അതേപോലെ സെറ്റ് എക്സാം, അതായത് ജൂൺ മാസത്തിൽ അടുത്ത എക്സാം വിളിക്കും. ആ സമയത്തുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നിർത്താതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടർന്നുകൊണ്ട് കൃത്യമായിട്ട് ജൂൺ മാസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ശേഷം നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കേട്ടറ്റ് അതേപോലെ സെറ്റ് റിസൾട്ട് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങളും ക്വാളിഫൈ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ആമുഖമായിട്ട് ഉറപ്പെടുത്തുകയാണ്. കൂടാതെ പറയുവാനുള്ളത്, നിലവിൽ പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അടുത്ത ജൂൺ മാസത്തേക്കുള്ള സമയത്തേക്കുള്ള എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. കാരണം താമസിയാതെ HSC പോലുള്ള എക്സാം വരികയാണ്. ഏകദേശം ഈ വർഷം ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ് അതായത് HSC എക്സാം വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ നിർത്താതെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ പരാജയപ്പെട്ടവർക്ക് അടുത്ത കേട്ടറ്റ് അതേപോലെ സെറ്റ് എക്സാം നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി വിഷയത്തിലൂടെ പോകാം. വിഷയത്തിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ കേട്ടിട്ട് അതേപോലെ സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 2-3 സംശയങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ്. ഒന്നാമത്തെ ഒരു സംശയമാണ്, കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് മറ്റു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമോ? അതായത് MPhil ക്വാളിഫൈഡ് ആണ്, അപ്പോൾ MPhil ഉണ്ടെങ്കിൽ കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് വേണോ? അല്ലെങ്കിൽ MEd ക്വാളിഫൈഡ് ആണ്, സെറ്റ് ഓർ കേട്ടറ്റ് വേണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നേരത്തെ കൃത്യമായിട്ട് കേട്ടറ്റിൻ്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും കേട്ടറ്റിന് അല്ലെങ്കിൽ സെറ്റിന് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് MPhil. അത് ബന്ധപ്പെട്ട വിഷയത്തിൽ MPhil മാസ്റ്റർ ഓഫ് ഫിലോസഫി MPhil കോഴ്സ് പൂർത്തിയായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കേട്ടറ്റ് സെറ്റ് അവർക്ക് ആവശ്യമില്ല. അതിനുള്ള തുല്യത കോഴ്സായിട്ട് കണക്കാക്കുന്നത്. ഇനി അതേപോലെ മറ്റൊരു വിഭാഗം കോഴ്സാണ് MEd, അതായത് BEdന് ശേഷമുള്ള MEd കോഴ്സ് കഴിഞ്ഞാലും കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് ആവശ്യമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന ബന്ധപ്പെട്ട കോഴ്സുകൾ എടുക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിലവിൽ കേട്ടറ്റ് സെറ്റിന് തുല്യതായിട്ടുള്ള കോഴ്സുകളാണ് ഈ MEd അതേപോലെ തന്നെ MPhil അതേപോലെ തന്നെ PhD പോലുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ ഈ പറയുന്ന യോഗ്യത ആവശ്യം വരുന്നില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ കേട്ടറ്റ് ആയാലും കേട്ടറ്റ് 1, കേട്ടറ്റ് 2, കേട്ടറ്റ് 3, കേട്ടറ്റ് 4 ഈ 4 കാറ്റഗറിയും സെറ്റ് കോമൺ ആയിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ കേട്ടറ്റ് 1 അതേപോലെ കേട്ടറ്റ് 2 അതായത് LP UPയിലൊക്കെ ആണെങ്കിൽ കേട്ടറ്റ് 1, 2 LP UPയിലേക്കുള്ള യോഗ്യതയാണ്. ഇനി കേട്ടറ്റ് 1 ഉള്ളവർക്കും യുപിയിലേക്കുള്ള യോഗ്യതയായിട്ട് ഓൾറെഡി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടറ്റ് 1, 2 ഇനി കേട്ടറ്റ് 2 ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കേട്ടറ്റ് 1ൻ്റെ ആവശ്യമില്ല. അവർക്ക് LPയിലും അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കേട്ടറ്റ് 3 എന്ന് പറയുമ്പോൾ ഹൈസ്കൂളിലേക്കാണ്. കേട്ടറ്റ് 4 ലാംഗ്വേജ് വിഭാഗത്തിലേക്കാണ്. ഓക്കെ, ഇനി കേട്ടറ്റ് 3 ഉള്ളവരാണെങ്കിൽ അവർക്ക് കേട്ടറ്റ് 1, 2 ആവശ്യമില്ല. കാരണം ഒരുപാട് പേർ ചോദിക്കുന്നു കേട്ടറ്റ് 3 ഉണ്ട്, അങ്ങനെ ഇനി 1, 2 പാസ്സാവേണ്ട ആവശ്യമില്ല. ഇല്ല, കേട്ടറ്റ് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1, 2 നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യമില്ല. കേട്ടറ്റ് 3 എല്ലാത്തിനും ഹയസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി അതേപോലെ സെറ്റ് ആണെങ്കിൽ സെറ്റ് സ്വാഭാവികമായിട്ടും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലോട്ട് വരുന്നവർക്കാണ് സെറ്റ്. ഇനി സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കേട്ടറ്റ് 1, 2ന് തുല്യമാവില്ല. അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലേക്കുമാണ് സെറ്റ് ക്വാളിഫിക്കേഷൻ. ഓക്കെ,
ഇനി വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? അപ്പോൾ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാം, അതായത് കേട്ടറ്റായാലും സെറ്റായാലും വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ കേട്ടറ്റ് എക്സാമിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോഴിക്കോട് ജില്ലയാണെങ്കിൽ കോഴിക്കോട് ജില്ലക്കാർ അത് നിങ്ങളുടെ ഓഫീസ് നിങ്ങൾക്ക് വടകര കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷാ സമയത്ത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ടാണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ നടത്തേണ്ടത്. ഇനി നിങ്ങൾ ദൂരെയുള്ള നിങ്ങളുടെ ജില്ല വിട്ട് വേറെ ജില്ലയിലാണ് കൊടുത്തെങ്കിൽ ആ ജില്ലാ ഓഫീസിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നിങ്ങൾ പോകേണ്ട ആവശ്യമാണ്. അപ്പോൾ വെരിഫിക്കേഷൻ ഇനി എന്തൊക്കെയാണ്? അപ്പോൾ നിലവിൽ DLED അല്ലെങ്കിൽ B.Ed ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അതായത് നേരത്തെ എക്സാം പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വെരിഫിക്കേഷൻ ഇപ്പോൾ പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ ഓഫീസിൽ വെരിഫിക്കേഷൻ ടൈം സാധാരണഗതിയിൽ നിങ്ങളുടെ പത്രമാധ്യമങ്ങളിൽ, നിങ്ങളുടെ നാട്ടിലുള്ള പത്രമാധ്യമങ്ങളിൽ ഓരോ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വരുന്ന റിപ്പോർട്ടായിട്ട് കൊടുക്കാറുണ്ട്. അത് ഇന്നേ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ കേട്ടിട്ട് വെരിഫിക്കേഷൻ നടക്കുന്നു, ആ ടൈം ഏകദേശം കൊടുക്കും. അപ്പോൾ ഏകദേശം നിലവിൽ നമുക്കിപ്പോൾ പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ഈ മാസം മാർച്ച് മാസം പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ SSLC+2 ഒക്കെ പരീക്ഷ നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ ഓഫീസ് വളരെ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അടുത്ത മാസം ഏപ്രിൽ മാസം തൊട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട പത്രമാധ്യമങ്ങൾ വരും. ഇനി അതൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് മാർച്ച് മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസ ഓഫീസിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ ടൈം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു ടൈം അടിസ്ഥാനത്തിൽ നിങ്ങൾ നേരിട്ട് വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കേട്ടിട്ട് പരീക്ഷ എഴുതിയതിൻ്റെ ഹോൾ ടിക്കറ്റ് കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം. അതിന് അതേപോലെ തന്നെ നിങ്ങളുടെ SSLC മുതൽ SLC, അതേപോലെ +2, ഇനി ഡിഗ്രി, ഇനി അതേപോലെ DLED അല്ലെങ്കിൽ B.Ed, അതേപോലെ തന്നെ റിസൾട്ടിൻ്റെ കോപ്പി, മാർക്ക് ലിസ്റ്റ് കോപ്പി തുടങ്ങിയ എല്ലാ ഡോക്യുമെൻറ്റ്സുകളും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സ് എടുത്ത് വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ട് അവിടെയുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും, നിലവിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ വെരിഫിക്കേഷൻ എപ്പോഴായിരിക്കും? കാരണം നിർബന്ധമായിട്ടും DLED അല്ലെങ്കിൽ B.Ed സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. കാരണം ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ വിദ്യാഭ്യാസ ഓഫീസിൽ പോയി നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടുക. അപ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതായത് നിലവിൽ 4ാമത്തെ സെമസ്റ്റർ DLED അല്ലെങ്കിൽ 4ാമത്തെ സെമസ്റ്റർ B.Ed പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കേട്ടറ്റിൻ്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ സെറ്റിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ എഴുതി 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ പരീക്ഷ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക് മാത്രമാണ് കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെറ്റ് പരീക്ഷ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 4ാമത്തെ സെമസ്റ്റർ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു 5-6-7 മാസത്തിനുള്ളിൽ തന്നെ, മാക്സിമം ഒരു 1 ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുക, 6 മാസമാണ് വാലിഡിറ്റി. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങൾ പോയിട്ട് വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് DLED ആണോ അല്ലെങ്കിൽ B.Ed ആണോ എടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ടതിന് 6 മാസം ശേഷം നിങ്ങൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടൻ നിങ്ങൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഇനി അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഏകദേശം അത് 1 ഇയറിനുള്ളിലാണ് നമ്മുടെ സാധാരണ റിസൾട്ട് വന്നതിന് ശേഷം ടൈം. അപ്പോൾ ഏകദേശം ഫൈനൽ ഇയർ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, അത് B.Ed ആണെങ്കിലും DLED ആണെങ്കിലും 1 ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളും പോയിട്ട് വെരിഫിക്കേഷൻ നടത്തുക. വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ആഫ്റ്റർ യുവർ വെരിഫിക്കേഷൻ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എവിടെയാണ് വെരിഫിക്കേഷൻ നടത്തിയ ആ വിദ്യാഭ്യാസ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ എത്തുന്നതായിരിക്കും. അവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് അത്തരത്തിലുള്ള പ്രൊസീജിയറൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഏതാണ് വിദ്യാഭ്യാസ ഓഫീസ് അവിടെ പോയിട്ട് നിങ്ങൾ അതിൻ്റെ പത്രമാധ്യമങ്ങൾ വെരിഫിക്കേഷൻ ടൈം കണ്ടില്ലെങ്കിൽ ജസ്റ്റ് വിദ്യാഭ്യാസ ഓഫീസിൽ വിളിച്ച് വെരിഫിക്കേഷൻ ടൈം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്ര മാത്രമാണുള്ളൂ. എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം കേട്ടിട്ട് അല്ലെങ്കിൽ സെറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നിലവിൽ DLED ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് PG ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളും പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല. വെറുതെ നിങ്ങൾ പരീക്ഷ ജസ്റ്റ് നിങ്ങളുടെ
താല്പര്യത്തിനനുസരിച്ച് എഴുതിയെന്ന് മാത്രം. കാരണം നിർബന്ധമായിട്ടും BEd അല്ലെങ്കിൽ PG സെറ്റിന് ഇനി DLEഡിനാണെങ്കിൽ DLEഡ് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ പാസ്സായിരിക്കണം കേട്ടറ്റ് പരീക്ഷയ്ക്ക്. അപ്പോൾ അതായത് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പരീക്ഷ എഴുതുവാൻ സാധിക്കുള്ളൂ. അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് മാത്രം. ഇത്രയുമാണ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വെരിഫിക്കേഷൻ സമയത്ത് കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ പോവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വലിയ ഒരു സ്വപ്നമായിട്ടുള്ള കേട്ടറ്റ് അതേപോലെ സെറ്റ് പരീക്ഷ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് അടുത്ത HSC എക്സാം ഉൾപ്പെടെയുള്ള PSC എക്സാമുകളാണ്. അപ്പോൾ PSC എക്സാം നിങ്ങൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക. ഒരുപാട് വിദ്യാർത്ഥികളുടെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടറ്റ് പരീക്ഷ റിസൾട്ട് വരാത്തത് കൊണ്ട് നിങ്ങളുടെ LP UP പരീക്ഷ എഴുതുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ ആ ഒരു വിഷയത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത അറ്റംപ്റ്റിൽ PSC വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്കും പരീക്ഷ എഴുതി നേടിയെടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് HSC പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നിങ്ങൾ വെരിഫിക്കേഷന് നിങ്ങൾ പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.